കുറച്ച് നാളുകൾക്ക് മുമ്പ് മെക്സിക്കോയിൽ 2 ഏലിയൻ ബോഡീസിനെ കിട്ടിയെന്നുള്ള ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ഒരൊറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് നമുക്കൊരു കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂഫ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഓർഗാനിസം ആണെന്നുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു തെളിവ് നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു റിയൽ ഏലിയൻ ബോഡി തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഇതൊരു സയൻസ് ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് സ്പെക്കുലേഷൻസ് മാത്രമല്ല വേണ്ടത്, കറക്റ്റ് പ്രൂഫോ എവിഡൻസോ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വീഡിയോനെ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് പോകാമെന്നല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, മോഡേൺ എറയിൽ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺസ് അത്യാവശ്യം ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതുവരെയായിട്ട് ഒരു ഏലിയൻ ഏലിയനെ നമ്മൾ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മമ്മിഫൈഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഏലിയൻ ബോഡീസിനെയൊക്കെ കണ്ടു കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് അത്യാവശ്യം ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ക്ലിക്ക് ബൈറ്റ് അടിച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് അപ്ലോഡ് ചെയ്തിട്ട് തീരെ കാര്യമില്ല. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചെറിയ രീതിയിൽ സയൻറ്റിഫിക് ഡേറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഏലിയൻസ് എന്ന് പറയപ്പെടുന്ന ഈ ബോഡിയിലത്തെ DNA ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 70% DNA നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ബാക്കി 30% നമുക്ക് ഇതുവരെയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഐഡൻറ്റിഫൈ ചെയ്ത 70% ഇതുവരെയായിട്ട് റിവീലും ചെയ്തിട്ടില്ല. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത DNA പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷനൊന്നും നമുക്ക് ഇതുവരെയായിട്ട് അറിയില്ല. പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്തെന്നുള്ള കാര്യം മാത്രം നമുക്ക് അറിയും. ബാക്കി 30% DNA നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത തരത്തിലുള്ള DNA ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ ബോഡീസ് റിക്കവർ ചെയ്തിരിക്കുന്നത് ഒരു UFO അല്ലെങ്കിൽ ഇവരുടെ സ്പേസ് ക്രാഫ്റ്റ് വന്ന് തകർന്ന് വീണിട്ട് അതിൻ്റെ അകത്തു നിന്നല്ല റിക്കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു മൈനിൻ്റെ അകത്തു നിന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. മിനിമം 1000 വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമേ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അധികം എക്സാജറേറ്റ് ചെയ്ത് പറയാനും പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും അറിയാൻ പാടില്ല. ഇത്ര ശരിക്കും കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഇതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂട്ടി ഒരു 15 മിനിറ്റ് നിങ്ങളുടെ സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊന്നും കാര്യമില്ല. അറ്റ് പ്രസൻറ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് സയൻറ്റിഫിക് എവിഡൻസും ബാക്കിയുള്ള എവിഡൻസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഞാനാണ് ഈ 2 ഏലിയൻ ബോഡീസിനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. അതായത് ഇത് ഏകദേശം 1000 വർഷങ്ങളോളം പഴക്കമുള്ള ഏലിയനാണ്, ഇത് ശരിക്കുമുള്ള ഏലിയനാണ്. അങ്ങനെ പല കാര്യങ്ങൾ ഞാനിങ്ങനെ വെർബലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരിക്കലും സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു സംഭവത്തിന് സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സയൻറ്റിഫിക് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വേണം. അതായത് ഈ ബോഡീനെ നമ്മൾ ഒരുപാട് രീതിയിൽ സയൻറ്റിഫിക്കലി ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ഒരു ലാബിൽ മാത്രമല്ല ചെയ്യേണ്ടത്, പല ലാബിൽ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ പല ലാബിൽ നിന്ന് പല തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഈ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അതായത് ഇത് ഏലിയൻ ആണോ, ഇത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഓർഗാനിസം ആണോ, ഇതിൻ്റെ ശരിക്കുള്ള ഒറിജിൻ എന്താണ്, ഇതിൻ്റെ ശരിക്കുള്ള സ്റ്റോറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രീതിയിലുള്ള സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. എന്നാൽ മാത്രമാണ് അതൊരു പെർഫെക്റ്റ് സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് ജസ്റ്റ് ഒരു സ്പെക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചു അത്രേ ഉള്ളൂ. അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിതിന് മുമ്പ് UFOനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ UFO സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് ഒരു പ്രോപ്പർ സയൻറ്റിഫിക് എവിഡൻസ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം, ഓക്കെ, അവിടെ ഒരു UFO ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. പിന്നെ ആകാശത്ത് ഒരു UFO ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും UFOനെ കാണുകയും ഒരുപാട് പേര് UFOയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് ലൈവ് സ്ട്രീമൊക്കെ ചെയ്തു. പക്ഷെ ഇതിനൊന്നും നമുക്ക് ഒരിക്കലും സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സയൻറ്റിഫിക് എവിഡൻസ് ആയിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഡേറ്റ, കൃത്യം ഡേറ്റ വേണം. എന്നാലാണ് നമുക്ക് അതിൻ്റെ സയൻറ്റിഫിക് ഡേറ്റ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വേറൊരു സംഭവം എന്ന് വെച്ചാൽ US ഏകദേശം ഒരു വർഷം 10,000-ഓളം UFOനെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടുവരുന്ന സംഭവങ്ങളൊന്നും ഈ പറയുന്ന ഏലിയൻസ് ആണെന്നില്ല. ഇത് ജസ്റ്റ് ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഈ കണ്ടുവന്ന ഏലിയൻ ബോഡീസ് ഫേക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 100% ഷുവറായിട്ട് പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ യൂണിവേഴ്സ് ഭയങ്കര മാസീവ് ആണെന്നുള്ളൊരു കാര്യം. അതായത് ഒരുപാട് പ്ലാനറ്റ്സും ഒരുപാട് സണ്ണുകളും ഒരുപാട് ഗാലക്സികളും അങ്ങനെ ഇഷ്ടമായ സംഭവങ്ങൾ നമ്മുടെ യൂണിവേഴ്സിനുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ ഹാബിറ്റബിൾ സോളിൽ നിൽക്കുന്ന ഒരുപാട് പ്ലാനറ്റ്സ് അവിടെ ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഈ പ്ലാനറ്റ്സിൽ വേണമെങ്കിൽ ജീവൻ നിലനിർത്താനുള്ള ചാൻസസും ഉണ്ട്. നമ്മളൊക്കെ കാർബൺ ബേസ്ഡ് ലിവിങ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, അപ്പം നമ്മളെപ്പോലെ തന്നെ വേറൊരു കാർബൺ ബേസ്ഡ് ലിവിങ് ഓർഗാനിസംസ് ഇഷ്ടംമാരും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ഇൻ്റലിജൻറ്റ് സിവിലൈസേഷൻ വേറെ പ്ലാനറ്റ്സിൽ ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്.
നമ്മുടെ സോളാർ സിസ്റ്റം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വേറൊരു ഗ്രഹത്തിൽ ചിലപ്പോൾ ഇൻ്റലിജൻറ്റ് സിവിലൈസേഷനൊക്കെ ഉണ്ടായി, ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലാനറ്റ്സിൻ്റെ സിവിലൈസേഷൻ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇൻ്റർ പ്ലാനറ്ററി അല്ലെങ്കിൽ ഇങ്ങനെ സ്പേസ് ട്രാവലൊക്കെ ഭയങ്കര ഫീസിബിൾ ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ വേറൊരു ഹോസ്റ്റ് പ്ലാനറ്റിനെ അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ യൂണിവേഴ്സ്. നമ്മുടെ ഭൂമിയിൽ ലൈഫ് എന്നുള്ളൊരു സംഭവം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഷുവറാണ് വേറൊരു പ്ലാനറ്റിൽ എന്തായാലും നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു ബയോളജിക്കൽ സ്ട്രക്ചർ, അല്ലെങ്കിൽ ചിലപ്പോൾ ബയോളജി ഒന്നും ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഒരു ഫിനോമിനൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. എന്തെങ്കിലും രീതിയിൽ അവിടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അധികം ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചറവറ ഇടുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല. വെറുതെ നിങ്ങളുടെ സമയം കളയാന്നല്ലാണ്ട് അതിന് വേറെ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് വേറൊരു വീഡിയോസ് ഒന്നും ചെയ്യാനായിട്ടുള്ളത്. എന്തായാലും ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഞാൻ അധികം പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഒരുപാട് വീഡിയോസ് ഞാൻ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ അടുത്തൊരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഫുൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് സയൻസും ആസ്ട്രോണമി സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.